നമസ്കാരം. അപ്പോൾ വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ തിരയിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് പലയിടത്തും പല വേദികളിലും തള്ളിയതാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോകൾ ഇന്നലത്തേക്കാൾ ഷോസ് ഇന്ന് കൂടി. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും എറണാകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടായിട്ട് കൂടി ഒരുപാട് പ്രേക്ഷകർ സിനിമയെ സ്നേഹിച്ചും അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടിയും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ബുക്ക് മൈ ഷോയിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയും ഒരുപാട് നിറഞ്ഞ സദസ്സുകൾ സിനിമ ഓടുമ്പോൾ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കി ഞങ്ങളുടെ നായകനായ ധ്യാൻ തന്നെ പറയും. പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ടൊരു ഇതുപോലൊരു സാധനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അതെ. അപ്പോൾ ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ വെച്ചത്. അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്നറിയുമ്പോൾ, കാരണം അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസും ഡേ ഷോസൊക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ഒരു ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പോൾ എന്നെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നതിന് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നതെന്നുള്ള ചോദ്യം വരും. അപ്പോൾ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എബോവ് ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് എബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സിനിമ ഒരു അഭിപ്രായം വരിക എന്ന വലിയ കാര്യമാണ്. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ഒരാളും തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ചേച്ചിക്ക് കൊടുക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സിനിമയ്ക്ക് നല്ല ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല റിവ്യൂസാണ്. ഇന്നലെയും ഷോസൊക്കെ നന്നായിട്ട് പോയി, ഇന്നും നന്നായിട്ട് പോകുന്നു. അപ്പം ഞങ്ങളെടുത്ത അറ്റംപ്റ്റ് നന്നായി വന്നു. പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പം അതിലൊരുപാട് പ്രേക്ഷകരോട് നന്ദിയുണ്ട്. ഇത്രയും താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്യാവശ്യം നല്ല ഓക്യുപ്പൻസി ഉണ്ട്. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ നിങ്ങളാണ് എത്തിക്കേണ്ടത്. സോ എല്ലായിടത്തും നല്ല ഒപ്പീനിയൻ പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം. ഇന്ദ്രനീൽ പറഞ്ഞതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ മറ്റേ ഒക്യുപ്പൻസിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് പേര് കണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ മെസ്സേജ് അയച്ചതിലൊക്കെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു.
ഇപ്പോൾ ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു വാച്ചബിൾ എന്നുള്ള ലെവലിലെങ്കിലും എല്ലാവരും മിനിമം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ കണ്ടവർ അവരുടെ അവിടുത്തെ ഷോസ് ഹൗസ്ഫുള്ളായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ കണ്ട് ഇവിടെയുള്ളൊരു വേർഡ് ഓഫ് മൗത്ത് ആണല്ലോ പൊതുവെ അങ്ങോട്ട് സ്പ്രെഡായി അവിടെ ഫുള്ളാവാൻ സഹായിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ നല്ലൊരു അഭിപ്രായമുണ്ട്. സോ ഹാപ്പി. നമസ്കാരം. അപ്പോൾ എന്താ പറയുക, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ധ്യാൻ നേരത്തെ പറഞ്ഞപ്പോൾ സോഫിയ മാമിൻ്റെ ധൈര്യത്തെക്കുറിച്ച്, അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. നല്ല ബുക്കിങ്സൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാനം എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ചിന് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രനാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ ഒരു റിവ്യൂസും ഫീഡ്ബാക്സൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കാണാത്തവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. താങ്ക് യു. ഹായ് ഓൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഈ പറയുന്നത് ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റായിരുന്നു. 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ എന്നെ ഡ്രൈവ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന് ഓഫ് കോഴ്സ് വീക്കെൻഡിൻ്റെ പടമായതുകൊണ്ട്. സെക്കൻഡ്, എനിക്ക് ഇന്ദ്രനീൽ ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള ഇവൻ വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗണ്ട്സ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു. അവർ ഈ കുറച്ച് റെട്രോ സിന്ത്. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അവസാനമായിട്ട് ഫയൽസ് ഡെലിവറി ചെയ്യുന്നൊരു ടെക്നീഷ്യനാണ് ഞാൻ. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിൻ്റെ ഇന്ന് എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. എവിടെ നിന്ന് വരുന്നു? ആ അങ്ങനെയൊന്നും ആക്കണ്ട. അല്ല അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇതിപ്പം വെറുതെ നമ്മൾ ഗീർവാണം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോൾ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പോൾ ഇത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടയ്ക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ എങ്കിലും ഓടിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഇവിടെ പങ്കിടുന്നത് മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം. മുൻകൂർ ജാമ്യം ഓടും. അല്ല ചുമ്മാ അല്ല അങ്ങനെയല്ല, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പം അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പോൾ എന്തായാലും സന്തോഷം, അത്രേ ഉള്ളൂ. താങ്ക് യു. അതെ ബാ കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല, ഇല്ല, ബേസിൽ കണ്ടിട്ടില്ല തോന്നുന്നു. ഇല്ല. അത് എന്നോടല്ല, നിങ്ങൾ തന്നെ പറയണം.
ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെ കില്ലറിന് വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കില്ലറിന് കൊടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിബുവായിട്ടോ അല്ലെങ്കിൽ റോഷാക്കായിട്ട് അങ്ങനെ കണക്ഷനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഷാക്കിൻ്റെ ഒരു കഷ്ണം. സോ അത് കില്ലറിന് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ആദ്യം നമ്മുടെ സീനിയർ ആക്ടറിനെയൊക്കെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റിൽ കുറേ ചേഞ്ചസ് വരുത്തിയപ്പോൾ ധ്യാൻ ചേട്ടനെ ടൈലർ മെയ്ഡ് ആയിട്ട് തോന്നി. ധ്യാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു. ഏതാ കടപിടിക്കാനോ? അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജുചേട്ടനാണ്. എന്താ ഈ പേര് മാത്രമേ ഉജ്ജ്വലം എന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജുചേട്ടനാണ്. അല്ല അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജുചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ വില്ലനെ പിടിക്കുന്നത്. ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി വേണ്ടിയിരുന്നു. അല്ലല്ല, ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിന് വേണ്ടിയിട്ട് സിജുചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിജുചേട്ടനാണ് ഇവിടുത്തെ നായകൻ അല്ലേ? ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂവിലെ തമാശകൾ സിനിമയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂ ഇസ് ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഇസ് ഡിഫറെന്റ്. അപ്പോൾ അവിടെ വന്നിരുന്നു. കാരണം ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു നാട്ടിൻപുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് 1-2 പേരിൽ പറയുന്നത് കേട്ടു ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ, കോമഡി ഒന്നുമില്ലല്ലോ. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിൻ്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയിന്റ് ശേഷം സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണമെന്ന് തോന്നി അത്ര. അല്ല, എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പം അവരോട് ചോദിക്കണം. എനിക്ക് എല്ലാ റോളും ഒരുപോലെ അല്ലേ? എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാന് ഏതാ? അതെ, അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ല. നീ അല്ലല്ല, അവൻ ചോദിച്ചത് കറക്റ്റല്ലേ? അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും, കാരണം ഇങ്ങനൊരു സിനിമ ഒരു കഥ വരുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവർ വിസ്ലിംഗ് വുഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആസ് ആക്ടർ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനിലൂടെ നിൽക്കുക. അപ്പോൾ അവരുടെ എൻ്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവർ പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പം നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ്സും വല്ലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ആണെങ്കിൽ പേഴ്സണലിനോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിന്. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവ് ആക്ഷനൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലടാ. ഈ സക്സസ്സും ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പം പടം ഓടുക, ആത്യന്തികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ധ്യാൻ ചേട്ടന്റെ ധ്യാനിൽ ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു. അത് പ്രൂവ് ചെയ്തത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഇപ്പൊ തുടരെ എല്ലാ പടത്തിലും ധ്യാൻ അഭിനയിച്ചുകൊണ്ട് ഒരു പടം മോശമാവുന്നില്ല. പക്ഷെ ധ്യാന് ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ധ്യാൻ ചേട്ടന് ഒരു പേഴ്സണലി ഒരു പടം എന്താണ്
പേഴ്സണലി ഒരു പടം ഒരു എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് ഒരു പാഷൻ തോന്നാത്തതിന്റെ കാരണം എന്താണ്? അല്ല, എനിക്ക് പണ്ട് മുതലേ, ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പം പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ളൊരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പോൾ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിൻ്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാർ അജുവും നീരജും ഉള്ളതുകൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിൻ്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോൾ, നല്ല കഥകൾ വരുമ്പോൾ അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ലത് ഇപ്പോൾ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഇപ്പോൾ ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത്, കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് താഴോട്ടെത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയറുള്ളൂ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ സോഫിയ ചേച്ചിയുടെ ബാനറിൽ ഒരു സിനിമ സ്വാഭാവികമായിട്ട് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ടൊരു യൂണിവേഴ്സിൽ ഒരു സിനിമ വരുന്നു. അപ്പോൾ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്യരുത്, ഇതിൻ്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മളടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഞാൻ നിരന്തരമായി ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേയൊക്കെ ആയിട്ട്, അപ്പോൾ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറേ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് സിനിമയിൽ. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ആ ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ളൊരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ ആത്യന്തികമായിട്ട് കഥയും നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്കുള്ള തന്നെയാണ്. സോഫിയ യൂണിവേഴ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര ഫിലിം ചെയ്യാനുണ്ട് നിലവിൽ പ്ലാനിങ്? നെക്സ്റ്റ് ജാംബി ആണല്ലോ, നിങ്ങളതിൻ്റെ ഒരു പോസ്റ്റ് ആൻഡ് ക്രെഡിറ്റ്സ് കണ്ടു കാണുമല്ലോ ജാംബിയുടേത്. ഇത് കണ്ടപ്പോൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഓക്കെ, അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ടൊരു 2 മൂവിയും കൂടെ ഉണ്ട്. ടോട്ടൽ എത്ര ഫിലിം? അപ്പം ടോട്ടൽ 5 ആവും. 5. അപ്പോൾ ഈ ധ്യാനിലേക്ക് തന്നെ വരാനുള്ള കാരണം, നേരത്തെ ഞാൻ ചേട്ടൻ ചോദിച്ചത് ധ്യാനെ വെച്ച് വരുമ്പോൾ ചലഞ്ചിങ് അല്ലേ ആയിരുന്നോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ടർ ഇതിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിൻ്റെ അകത്ത് വേറെ ചിന്തിക്കാറില്ല. റോണി ചേട്ടാ, ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പം ആ രീതിയിൽ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവർ ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ആ ബ്ലൈൻഡായിട്ട് ഒരു ഗാമ്പിൾ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ മിന്നൽ മുരളിയും ധ്യാനും ഡിക്റ്റേറ്റീവ് ഉജ്ജലിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്. അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് ഉജ്ജലിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ രണ്ടാളത്തൊന്ന് ഒന്നിക്കോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്.
നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. ഇപ്പോൾ സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മളങ്ങനെയാണ് അതിൻ്റെ ഡിസ്കഷൻ. നിലവിൽ പ്ലാനിലുണ്ട്. ഉണ്ട്. ധ്യാൻ ചേട്ടനൊപ്പമുള്ള എക്സ്പീരിയൻസ് അങ്ങനെ പറയല്ലേ, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വിത്ത് അങ്ങനെ പറയല്ലേ. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഞാൻ പുള്ളി പേഴ്സണലായിട്ട് കുറേ നല്ല ചോദ്യങ്ങൾ ചോദിക്കും, അതിന് തമാശ കലർന്ന അല്ലെങ്കിൽ തമാശ രൂപേണയുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ. പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷെ എന്താ വെച്ചാൽ മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളീൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് 2-2.5 വർഷം മുമ്പ് പറഞ്ഞുള്ള സബ്ജക്ട്സിൻ്റെ ഇതിവൃത്തം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലെ നല്ല 1-2 സബ്ജക്റ്റ് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയുമായിട്ട് ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ ഞാൻ മിനിമം പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റിലേക്കാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ തന്നെ നമ്മൾ പല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്നു. അമിതമായിട്ട് ടേക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ. ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ടെക്നീഷ്യനായിട്ടും പുള്ളി ശോഭിക്കട്ടെ. അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ ഇതെന്താ അന്യമല്ലോ വേണം അല്ലല്ലോ. മനസ്സിലായി മനസ്സിലായി. എൻ്റെ കൂടെയുള്ള അപ്പോഴും എക്സ്പീരിയൻസ് കണ്ണൂർ സ്ക്വാഡിൽ എനിക്കൊരു റോൾ ഉണ്ടായിരുന്നോ? എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ? കണ്ണൂർ സ്കൂൾ വേഷം ഉണ്ടായിരുന്നാണ്. പക്ഷെ പുള്ളി തടി കുറയ്ക്കാനൊക്കെ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞതോടെ പിന്നെ പുള്ളി ആ പറ ഇവിടെ ആ അല്ല എൻ്റെ അച്ഛനല്ലേ, ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാം. എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യം നീയും താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് ടൂവിനേക്കാളും ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞല്ലോ അല്ലേ? അതെ. എന്താ നിനക്കറിയണ്ട, അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? ആ അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ എൻ്റെ ഇടയിൽ BGMAയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു. സന്ദേശത്തിൻ്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിൻ്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പം അന്ന് ഞാൻ അനൂപാണ് ഡയറക്റ്റ് ചെയ്തത്. സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അനൂപ് എന്നോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം എന്ന് വെച്ചാൽ സാധാരണ അച്ഛൻ്റെ മാനേഴ്സ് കൂടുതലും അച്ഛൻ്റെ ചായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോൾ അനൂപിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇത് ചേട്ടൻ ചെയ്യുന്ന കുറച്ചുകൂടെ കറക്റ്റായിട്ട് ഇത് ചെയ്യുക എന്നുള്ള സാധനം. പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ കണ്ടപ്പോൾ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറേ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിൻ്റെ കുറച്ചുകൂടെ അച്ഛൻ്റെ കുറേ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പം എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പോൾ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്കും കണ്ടപ്പോൾ 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു അച്ഛനും നിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ സിനിമയുടെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ചോഫി ചേച്ചിൻ്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിന് മുന്നേ അവർ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എൻ്റെ അമ്മ അച്ഛനും ഈടേറ്റ് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എൻ്റെ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോവും, അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞു നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ സിനിമ കാണാൻ വരും 2 പേരും. അപ്പോൾ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസൻ്റെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. ഇതിൻ്റെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ആരും അസിസ്റ്റ് ചെയ്യാതെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കാൻ നേരം എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്? അതേപോലെ സോഫിയ മാമിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്?
ആക്ച്വലി ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നു. ഞാൻ മാമിനൊരു മെയിൽ അയച്ചു, നമ്മുടെ ഫ്രണ്ട് ഒരു ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്ത് ഒരു 10 മിനിറ്റ്സിൽ എനിക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു. ഞാൻ 2022-ലാണെന്ന് തോന്നുന്നില്ല സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി പറഞ്ഞു, മാമിന് ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം എടുത്തു നമുക്ക് എൻ്റെ സ്ക്രിപ്റ്റ് റിഫൈൻ ചെയ്യാനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ അടുത്ത്. സോ അങ്ങനെ ഒരു സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അതിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. സത്യമായിട്ട് സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ രണ്ട് പേർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാമല്ലോ. അപ്പം അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തത്? അതെല്ലാം ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തായിരുന്നു. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഓൺ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ സെറ്റിൽ അങ്ങനത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒന്നും വരാറില്ലായിരുന്നു. ഇല്ലായിരുന്നു. അപ്പം ധ്യാൻ ചേട്ടൻ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിന് 2 ആഴ്ചയ്ക്ക് മുന്നേ ഇതേപോലെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സജഷൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടെൻസ്ഡായി, അല്ലെങ്കിൽ ആ ഒരു 2 വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തിയത്? അല്ല, ആക്ച്വലി സജഷൻ നല്ലതായിരുന്നു. അപ്പോൾ അത് ഇൻകോപ്പറേറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുള്ള ചെറിയൊരു ടെൻഷനായിരുന്നു. പക്ഷേ അത് 2-3 ദിവസത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ അത്ര വലിയൊരു പ്രോസസ്സൊന്നും അല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലൊരു ചെറിയൊരു പ്ലോട്ട് പോയിൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഹലോ, ധ്യാൻ എന്ന് പറഞ്ഞൊരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം. വീക്ക്ലി സ്റ്റാർ എന്ന് പറഞ്ഞൊരു പേരും പുള്ളിക്കുണ്ട്. അത് ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട്, അല്ലെങ്കിൽ 2 ആൾ അഭിനയിക്കാൻ റെഡിയാണ്. റോൺചേട്ടനും വരുന്നില്ല, അതാണ് സത്യമായിട്ട് ചോദിച്ചു. 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ? അതെ, എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. ഇവന്റെ അത്രയും വരുന്നില്ല സത്യം. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ധ്യാൻ എന്ന് പറയുന്ന നടൻ ഒരു വർഷം ഒരു 13-15 സിനിമകൾ മിനിമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എടാ, ഈ കഴിഞ്ഞ വർഷം ഞാൻ 13 എണ്ണം ചെയ്തതിൽ ഞാൻ നടിഗറിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീപാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണേ. അപ്പോൾ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷവും പിന്നെ ഒരു 3-4 സിനിമയുള്ള ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ 4 എല്ലാം എൻ്റെ തലയിൽ ഇടരുത് കേട്ടോ. ഞാൻ ചോദിച്ചത് ഇവരോടാണ്. ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. എന്നുവെച്ചാൽ ഒരു നടനെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം. അപ്പോൾ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഉള്ളൊരു എങ്ങനെയായിരുന്നു? ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്? അല്ല, നിങ്ങളുടെ അടുത്തായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ധ്യാൻ്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ ഉള്ളൊരു കാര്യം. അസൂയ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഞാൻ പറയട്ടത്? ഓരോ ആക്ടേഴ്സും, ഞാൻ ആസ് എൻ ആക്ടർ, എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവരും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ല. അതന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിച്ചത്. അതിപ്പോ എന്നോട് ചോദിക്കുകയാണല്ലോ, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. ഏതാ എടാ, നാളെ നീ ഒരു സിനിമ ചെയ്യണം, വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുവാടാ. എൻ്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ഒരു ബന്ധത്തിന്റെ ഓർത്തല്ലേ. ദൈവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. നീ തന്നെ തിരിഞ്ഞു നോക്കും. അപ്പൊ നമ്മൾ അത്രല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. ഇനി നാളെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ വരും, അത്രല്ലേ ഉള്ളൂ. നാളെ റോണി ചേട്ടൻ കണ്ണൂർ സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോവും. വരില്ലേ? ഹൈദരലി നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പം സിനിമ ചെയ്തു. ആർഡിക്സ് ആയാലും
അപ്പം അതും പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് മൂവിയായിരുന്നു, അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അതും മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത്. പിന്നെ ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു, അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ 2-3 പേരായിരുന്നു നമ്മുടെ അതിലുണ്ടായിരുന്നത്. അപ്പോൾ ധ്യാനുമായിട്ട് ഞാൻ ധ്യാനുമായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണമെന്ന്. അങ്ങനെ അത് കേട്ടു, ധ്യാൻ ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണായത്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്, ധ്യാൻ റെഡിയാണ്, നമ്മൾ ചെയ്യുമല്ലോ. അതിൽ ചാൻസ് ചോദിച്ചാൽ വരാമെന്നാണ് ഞാൻ നടക്കൂല കേട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല കേട്ടോ, പറഞ്ഞു. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോംബോ ഫ്ലോപ്പാണ് ഇക്ക. ആ അതെ ആ ആ അതെന്ത് വൈ നോട്ട്? ഇതുപോലെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛനൊരു എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? ഏതെവിടെ സ്ക്രിപ്റ്റ്? എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ നിന്നത്? സ്ക്രിപ്റ്റിലല്ലേ പുള്ളി എഴുതണമെന്നല്ലേ പറഞ്ഞത്. തയ്യാറാണെന്ന് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇവിടെ ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ ശോഭിച്ചിട്ട് ബാനറിൽ ചെയ്യാൻ പോകുന്ന സിനിമ. ഓക്കെ ഓക്കെയാണ്. അല്ല, നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവർ വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവരതുമായിട്ട് മുമ്പോട്ട് പോവുമല്ലേ, അത്രയേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവിയിൽ കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആവുന്നു, നമ്മൾ പ്രൊഡ്യൂസറാണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ വിജയിച്ചു അവരിപ്പോൾ അവർക്കും കഴിവുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്ത ഓരോ ഇഷ്ടമല്ലേ. ഇത് ഇൻഡസ്ട്രിയല്ലേ, എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മളാരും പെർമനൻ്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. അത് ചിലപ്പം ഞാനും പിണങ്ങും, വീണ്ടും സിനിമ ചെയ്യുമ്പോഴേ. ഞങ്ങൾ പിണങ്ങോ? അല്ല ചേച്ചി, സിനിമ ചെയ്തതിനു ശേഷം പിണം കണ്ടേ. അത് സിനിമ ചെയ്യണം അതിന്. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ, എല്ലാം ആ സമയത്തുള്ള. ഞാൻ ചേട്ടാ നീ നമുക്ക് ഒരു ജയിലർ വന്നപ്പോൾ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ് ലൈഫ് വരുമ്പോ അതില് ഞാന് അല്ല, അത് ചേട്ടൻ അറിഞ്ഞും കൊണ്ടാണോ അങ്ങനെ? ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ. കാര്യമായിട്ട് സത്യമായിട്ട് പറഞ്ഞു ഒരു ഇതായിക്കോട്ടോ. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോൾ മുതലുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് നായകൻ. അപ്പം എന്നെ ഒരു 1/2 ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ, അത്രേ ഉള്ളൂ. അതാണ് എന്ത് ചതിയാണ്. അതല്ല, ഞാൻ അതിനകത്ത് ഒരു 1/2 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവർ ഉപയോഗിച്ചോട്ടടാ. നന്ദി. ഏതാ എന്താ നമ്മളെ? അതല്ല, ഒരു കാര്യം ചോദിക്കണം, എയർക്രാഫ്റ്റിൽ ഇത് തലക്കെന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇല്ലല്ലോ. അതാണ് എയർക്രാഫ്റ്റ് ഇത് എനിക്ക് പ്രശ്നം പറ്റിയില്ല, അവന് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി അവനൊന്നും പറ്റിയില്ല. പറഞ്ഞോ, ചോദ്യം ചോദിക്കാൻ സോഷ്യലി കമ്മിറ്റഡ് പറയടാ. അവനെങ്ങനെ പറയും, നീ പറ. പിന്നെ കുറച്ച് വരുമ്പോ പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ നന്നായിട്ട്
പറയാൻ സമയം കിട്ടി. അതാണ് എൻ്റെ സത്യം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസാനം എൻ്റെ അടുത്ത് തന്നെ എത്തിയില്ലേ എന്ന്. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ചില സജഷൻസ് പറയും, ചേട്ടാ ഇപ്പോൾ റെഡി ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെറി പറഞ്ഞിട്ട് പോയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് വരണ പടങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്റർനെറ്റിൻ്റെ അടുത്ത് പടം തുറന്നതിന് തലേദിവസം ഞാൻ പറഞ്ഞു മീശ പരിപാടി കണ്ണൂർ സ്കോഡിൻ്റെ ആ ഒരു പരിപാടി മോൾഡിങ് ബ്രേക്ക് ഇട്ട് മീശ എടുക്കുന്ന പരിപാടി അവർ പറഞ്ഞാണോ ഞാൻ പറഞ്ഞാണെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു മാട്രസ് നമ്മളത് ചെയ്തു വെച്ചത് എഡിറ്റിലൊക്കെ വന്നപ്പോൾ അത് കുറേ പോയി. ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശയുടെ മുകളിൽ ചെയ്യുന്നതും അങ്ങനെ വരും. പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർത്തി ബോർഡായി പോണ സമയത്ത് വളരെ എൻ്റെ ഒരു അനുജനെ പോലെ തന്നെ ധ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓവറാട്ടോ കുറച്ചോളം പറയും അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലതല്ല, നമ്മൾ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിൻ്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിൻ്റെ ഡയറക്ടറായിരുന്നു. ഇവർ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല കൊള്ളാതെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. ചേട്ടാ വീട്ടിലിരുന്നോണ്ടാന്ന് അത് കൊള്ളാം. കിട്ടി, ഉത്തരം കിട്ടിയില്ല. അല്ല, ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. സെക്കൻഡ് മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SA ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്നൊരു SA ആയിട്ടാണ്. ഇതിലിപ്പോൾ CA ആയി. അപ്പോൾ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇതുപോലെ SA ആയി, ഇപ്പോൾ CA ആയി. അപ്പോൾ അതിൻ്റെ ഇരുത്തം വന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും, അവിടെ ഒറ്റ സ്ഥലത്തിരുന്ന് IG. ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ ഒരു സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്ന സിനിമയിൽ. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറേ പേര് ഇതായിട്ട് ഓടിയ ഉത്തരങ്ങളല്ലേ. അതിന് ഇവിടുത്തെ വീണ്ടും പറയണം എന്താ സ്വാധീനിക്കുന്നവൻ തോന്നുന്നുണ്ടോന്നോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള പത്ര ആൾക്കാരെടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ നിന്നെ? അത് ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല. നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാ. മമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി എഴുതുക. മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഉഴപ്പാം. പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പം ഞാനും അജുവും അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ നിവിൻ ചേട്ടനൊക്കെ ഉള്ളൊരു സെറ്റാണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരാം. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടോ. അതെൻ്റെ ചേട്ടൻ്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മൾ ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗത്വത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോൾ നിവിൻ ചേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വെക്കും. 6 മണിക്കും 6 മണിക്കൊക്കെ പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ അതുപോലൊരാളുണ്ടാവുമ്പോൾ കറക്റ്റ് അനുസരണയോടെ വരും. അപ്പോൾ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ആ ആ അതെന്താ സംശയം? എന്താ അതിനൊരു അതല്ലേ ഫൗണ്ടേഷൻ. അതിൽ ഉത്തരം ഉണ്ടല്ലോ.
നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരുമിച്ച് അഭിനയിച്ചു അതല്ല, അത് വളരെ സത്യസന്ധമല്ലേ. നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, എന്തിനാണ് നമ്മൾ ഒരുമിച്ച സിനിമ? നമ്മളെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ. അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞാൻ ചോദിച്ചോ? സ്ക്രിപ്റ്റിന്റെ ബലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചി ഇത് കേട്ടു, അപ്പോൾ എനിക്കൊരു 90% ഇത് ഓക്കെയാണ്. കാരണം ചേച്ചി പോലത്തെ ഒരു ബാനറിലുള്ള ഇത്രയും സക്സസ് റേറ്റുള്ള ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് മുടക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളിപ്പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പം പാളിപ്പോവാം അല്ലേ. പടം ഷൂട്ടിനിടയിൽ പാളിപ്പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ സ്ക്രിപ്റ്റ് അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളിപ്പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇന്ന് സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പോൾ അത് വലിയ എന്താ പറയുക, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ആസിഫിനോട് സർക്കിട്ട് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആൾ വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് ആൾ വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പോൾ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമകൾ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിലുള്ള എക്സെപ്ഷനാണ് പ്രിൻസ് പോലത്തെ സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു, കാരണം പ്രിൻസിൻ്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷേ ദിലീപേട്ടൻ്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടൻ്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ അത് ഹിറ്റാണ്. ഇപ്പം ഈ സിനിമ ഇപ്പം ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള, ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മളത് എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വീണു പോകും. എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, ആ അതാ പറഞ്ഞത്. അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലെ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്നിപ്പോൾ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരെന്നോട് പറഞ്ഞു ചേട്ടാ കൊള്ളാം എന്ന് പറയുന്നു. ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ ഇന്ന് വിജയിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്കിഷ്ടമാവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് അത് ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസിൽ. ഇല്ല, ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ലേ. ദിലീപേട്ടനും ഏട്ടനും കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസത്തിനൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. അത് ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കുക. ഇപ്പം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി എല്ലാവരും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പം
ഞാൻ പറഞ്ഞാൽ അല്ല അതെന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള ഈ കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പോൾ ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ, മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പോൾ ഈ സമ്മറിലെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകളുണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷം എത്തിയപ്പോൾ അത് കുറഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം, കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷമല്ലേ നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത്, അല്ല ഇതിനോടൊപ്പം അല്ലേ ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പോൾ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പോൾ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്ന് പോയ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈൻ്റെ മാറ്ററാണിത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതത് ബാനറിന് ഇത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നു, അവർ വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിൽ അവർ നിർത്തി. ഇപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇതിപ്പം നമ്മളായാലിപ്പം നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പോൾ ആരും എടുക്കുന്നില്ല. ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ടേ അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പം നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൻ്റെ നമുക്ക് കുറഞ്ഞു. ഇപ്പോൾ എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പം നമ്മളൊരു പേഴ്സണലി വന്നാൽ നമുക്ക് അങ്ങനെ പബ്ലിക്കിൽ എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, ആ അസോസിയേഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്താ കുഴപ്പിക്കാതെ അതെൻ്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്താ അറിയുന്നത്? ആരാ നീ അല്ലടാ, നീ ചോയി.
അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? ആ ഹാ ഹാ, അത് എന്താ, അത് എന്ത് പാട്ടാണ്? മൈക്കിൾ ജാക്സൺ ഒരു ഏത്? അല്ലല്ല, സിനിമയിൽ. ഓ, സിബി ഇതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഇതാണോ അത്? ആ, ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ആ ഫസ്റ്റും ഓക്കെ ഉണ്ട്. ഓക്കെ, ആ അത് ഞാൻ ചെയ്ത ട്രാക്കാണത്. അല്ലാതെ മുങ്ങിപ്പോയി ചോദ്യം. സോഫിയമ്മ ഈ ലാലേട്ടന് എന്തായിരുന്നു സോഫിയമ്മ ആ ആ, ഇതൊക്കെ എന്തിനാണ് ഇത്? എടാ അവര് പറഞ്ഞു, ഞാൻ വെച്ചു. അത് വെച്ച് കഴിയുമ്പോ സോഫിയമ്മ എടേ ഇത് സോഫിയമ്മ ഈ ലാലേട്ടന് അനുപ്രേക്ഷിതമായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോഫിയമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുണ്ടോ? ഷോ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻവർഷിതായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അത് ലാലേട്ടനോ ആരായാലും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ഒരു മാസപ്പടായിരിക്കും. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് പലരുടെയും, അതെന്ന് വെച്ചാൽ നിന്റെ അഭിപ്രായം. യുനാനിമസ്. പറയട്ടെ. ആ ശരിയാ. അതാ പറഞ്ഞേ ഫസ്റ്റ്. ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? എന്താ എനിക്ക് മനസ്സിലായി. എടാ അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നീ എന്തടാ, ഞാൻ നിന്നെ വിശ്വസിച്ചില്ലടാ തെണ്ടി, ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? എടാ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോൾ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണോ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്, പക്ഷേ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ പറ, അത്രയേ ഉള്ളൂ റിവ്യൂവിൻ്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിൻ്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോണേ? ചിലപ്പോൾ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ. ഞാൻ റിവ്യൂർ അല്ല. നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ലേ? അത്രയേ ഉള്ളൂ. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാമോ? എന്തിനാ ഇതെല്ലാം ഒരു എടാ നീ ചോദിച്ചെന്ന് വെച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പം നമ്മൾ OTT കേസ് നീ ചോദിച്ചതിൽ OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയാമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു സിനിമ ഇതേപോലൊരു സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വതിൻ്റെ അടുത്ത് ആരോട് തന്നെ സംസാരിക്കുന്നത്, ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വതി തന്നെയാണ് പറഞ്ഞത്. ഏതോ റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത്
ഞാനത് തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട്, അല്ലെങ്കിൽ ആ സൗണ്ടിൻ്റെ കൂടെയും, അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിൻ്റെ കൂടെ, ഒരു മാസിൻ്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷേ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് ചെയ്ത് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകളും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തതെന്ന് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ഇത് ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണില്ല, നിനക്ക് കൊള്ളാം, എത്ര അതിനെക്കുറിച്ച് പറയണോ? വരിയായി ഓടുമ്പോൾ അതും കൂടെ എന്താ അവൻ്റെ നമ്പറോ മൊബൈൽ നമ്പറോ ഞാൻ അയച്ചു തരാം. ഗംഭീര ചോദ്യം. അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ, ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചു തന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിങ് ഗംഭീരമായിരുന്നു. അവസാന വാക്ക് ഡോക്ടർ റോണി പറയും. ഉജ്ജ്വലം കാണാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ധ്യാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ്. പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ധ്യാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, 2-ൻ്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പോൾ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പോൾ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.